എന്ത് പനിക്കുണ്ടോ? ഡോക്ടർ കാണിക്കണ്ട നമുക്ക്? തന്നാലെ മാറും. ഉമ്മമാന്റെ തിയറിയാ. ഉമ്മമാന്റെതാണ് കേട്ടോ. തന്നാലെ മാറും. ഇപ്പൊ രാവിലെ എന്താ ചെറുതായിട്ടൊന്ന് ഛർദിച്ചു ചെയ്തോ. ചായ തരാം കേട്ടോ, ചൂടുള്ള. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് മരുന്ന് കുടിക്കാം കേട്ടോ. എന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ പോട്ടോ. എന്തേ കാണിക്കണ്ട, മരുന്ന് കുടിച്ചാ മതിയോ? ഉമ്മാന്റെ അരി തന്നെയാണല്ലോ വേറെ കുട്ടി. ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞ ഉമ്മാക്ക് അതിലെത്ര വേറെ ഇഷ്ടമില്ലാത്തൊരു സംഭവം അറിയില്ലേ? കുട്ടികൾക്കൊക്കെ വേഗം കാട്ടണം. കുട്ടികൾക്കൊക്കെ ഒരു ദിവസമൊക്കെ കാക്കാൻ പറ്റും. 2 ദിവസം ഉണ്ടാവും പറഞ്ഞിട്ട് തരില്ല. ഇങ്ങനെ കണ്ടു ചെയ്യുന്നു. ഹസു ഉമ്മമാന്റെ അടുത്ത് നിൽക്കുകയാണ്. നമ്മള് പുട്ടുണ്ടാക്കാൻ വേണ്ടിട്ട് പോവാട്ടോ. ഹസുവിന് ചൂടാറ്റാൻ വെച്ചിട്ടുണ്ട്. ചായ ചൂടാറിയിട്ട് കൊടുക്കണം അവന്. ചുട്ടിക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. നല്ല പനി എനിക്കുണ്ടല്ലോ. സ്കൂളിൽ പോണോ? ഇവിടെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള തക്കാളി കിട്ടിയിട്ടുള്ള മഞ്ഞപ്പൊടി ഒക്കെ മീൻകറി ഉണ്ട്. അപ്പൊ താൽക്കാലികം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി ചെറുപയർ കറി. ഇവിടെ നല്ല തളമീൻ്റെ കറി ഉണ്ട്. അപ്പൊ അതാക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ പുട്ട് ചുടാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ മൂടിക്കാളം പോളെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോട് മൂടി വിട്ട് പുട്ടിനും ഗ്യാസ് ഇട്ടാ അതിന് തേങ്ങ അരച്ചരി. ഇതിലൂടെ വാരിട്ട് ചില്ലൊരു ലെവലിലേക്കില്ല. ഇപ്പത്തിൽ തേങ്ങ അരച്ചത് ഇഞ്ചി ലേശം ബാലൻസ് ഇല്ലല്ലോ. ഒരുപാട് ചെറുപ്പാറിൻ്റെ അപ്പം നമുക്ക് ഊരിച്ചിരുന്നല്ലേ ഒലപ്പേരിൻ്റെ. ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. വരല്ലേ അപ്പം ചൂടാക്കിയാലോ തപ്പിച്ചാൽ എത്രയോ പണിയുണ്ട്. ഇതാണ് ലേശം കറി സ്പെഷ്യൽ. സ്പെഷ്യൽ കറി ചെറുപ്പയർ തേങ്ങ അരച്ച് ഇപ്പൊ നമ്മള് വറവിട്ട് ചെയ്തിട്ടോ. വെളുത്തുള്ളി ഇഞ്ചി നമ്മള് അതുണ്ടാക്കാൻ ഇവിടെ ഉമ്മ തളമീൻ്റെ കറി രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് മാത്രം വേണ്ടെന്ന് വെച്ചിട്ട് അമ്മ ചെറുപ്പയർ കറിയുടെ വെച്ചിട്ട് അടിപൊളി അങ്ങനെ ഒരു കറി. ഇപ്പൊ സുഗന്ധ കുഞ്ഞോ ചുമക്കുണ്ടല്ലേ അമ്മച്ചിൻ്റെ കുട്ടീനെ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോട്ടെ. 8:30 ഡോക്ടർ വരും എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോട്ടോ. അപ്പോൾ സുഖമായിക്കോളൂ കേട്ടോ.
അമ്മച്ചിന്റെ കുട്ടിക്ക് തമ്മ കഞ്ഞി അച്ചാറും കഞ്ഞി ഇതാണ് ഈ കുഞ്ഞുവാ. അച്ചാറും വേണമെന്നില്ല, പക്ഷെ അവനൊന്ന് തൊടാൻ അച്ചാറ് കേടാ. ഇഞ്ഞോ പപ്പ എന്റെ പരീക്കോട്ട് പോയിക്കോളിട്ടോ. പപ്പനെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വാങ്ങി കൊടുക്കുക. എന്താ വേണ്ടി ബെന്ന് നനച്ചോണം ഈ ഓറഞ്ച് ഒക്കെ ബെന്ന് 4 മണിക്കൂർ ആരണ്ടാവും. പിന്നെ കാക്കാന്റെ അടുത്തുണ്ടോ ബെന്ന എന്താ വേണ്ട കുഞ്ഞു? ബെന്ന രസമല്ല ഒരു കട്ടില്ലുണ്ടല്ലോ, വെറും 4 റൊട്ടി വേണ്ട, ആ ബെന്നുവാണത്തെ കൊണ്ടുവരേണ്ടി. കുഞ്ഞണിക്ക് കഞ്ഞി കുടിക്കണം. വാ വാ ഉന്നോ. പറ്റില്ല, പനി അങ്ങനെ വിട്ടാൻ കുട്ടി കൊഞ്ഞില്ല. അപ്പം ഞങ്ങൾ ഓനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങുകയാണ്. 8:30 ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. ആൾക്ക് നല്ല പനിയാണ് കേട്ടോ, ഭയങ്കര ചൂട് പറഞ്ഞാലൊന്നും കഴിക്കുന്നില്ല, കഴിച്ചതൊക്കെ ഇവിടെ ഛർദ്ദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങണിക്കണ്ട് താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. വെള്ളം ചിലപ്പോൾ ചോദിച്ചോടും. അത് വേണ്ട അല്ല, അത് 4 പീടിയത്തെ വാങ്ങണ്ട, തണുപ്പില്ല. അമ്മ പീടിയത്ത് വാങ്ങാതൊക്കെ ചായ ആക്കിയെന്ന് കേട്ടോ. അതുവേ ഞാൻ ചോദിച്ചോ കുടിച്ചൂല, ചോദിച്ചാണെങ്കിൽ അതിന് കണ്ണു നോക്കിയാൽ കുട്ടിക്ക് അങ്ങനെ പഠിച്ചിട്ടുണ്ടായില്ല, വിടാതെ വലിച്ചല്ലേ. നിങ്ങളാളെ കൊണ്ടുപോകും. അപ്പ പനിക്ക് കാര്യമല്ലോ, ഉറക്കൊക്കെ ഉണ്ട്, ഉറങ്ങിയൊക്കെ. കഞ്ഞി കുടിച്ചിട്ടില്ലെങ്കിൽ ഓനോടെ ഇവിടേക്ക് വരാറുണ്ട്, ഗ്ലൂക്കോസ് ആയിട്ടാണ് അല്ലേ. ഓനിതാ ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞില്ലല്ലോ. നമ്മള് പോവാ, നേരം വൈകിയില്ലേ. ആയിക്കോട്ടെ. കുഞ്ഞുന് മുന്തിരി കഴിച്ചോട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി കുടിക്കട്ടോ, എന്നിട്ട് മരുന്ന് കുടിക്കട്ടോ. ഓക്കെ, ഗ്ലൂക്കോസും പൊടിയാ. അതിന് മുന്തിരി കഴിച്ചു എന്നിട്ട് ഗ്ലൂക്കോസും പൊടി അല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കഞ്ഞി. ഓക്കെ ഓക്കെ, നല്ല കുട്ടികളല്ലേ. സൂചിയൊക്കെ വരാൻ പറഞ്ഞാണ് കേട്ടോ. സൂചി വെക്കണ്ടല്ലോ, ഭക്ഷണം കഴിക്കണം കേട്ടോ. മുന്തിരി ജ്യൂസ് കുടിച്ചാളിമാൻ്റെ ഒക്കെ കുടിച്ചാടി. എൻ്റെ കുട്ടിക്ക് ക്ഷീണം മാറും. ഇപ്പോഴൊന്നും കഞ്ഞി കുടിച്ചാണ്ടി, കുറേ കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കൊടുത്താൽ ഫുള്ള് കുടിക്കിട്ടോ, എന്നാ ക്ഷീണം മാറുകയെ. ഇപ്പല്ലേ വീഡിയോയിൽ വരുന്നില്ല. ഇപ്പൊ അതാ കരിമ്പ് ജ്യൂസ് ഉണ്ട്, ഇതാ കൊടുത്താണ്. പപ്പ അതാ കരിമ്പ് ജ്യൂസ് ഉണ്ടെന്നല്ലേ, ക്ഷീണം മാറാനല്ലേ. ആ ഞാൻ കൊടുത്തോളാം. പപ്പ എനിക്കിത് കരിമ്പ് ജ്യൂസ് ഉണ്ടെന്നല്ലേ. എന്താ പരിപാടി ഇവിടെ? എന്താ പരിപാടി? എയറോപ്ലെയിനോ? ആര് അസൂന് എയറോപ്ലെയിൻ ഉണ്ടാക്കിയെന്നേ? അബുവാ? അബുക്കാക്കെ പനി സുഖം ഉണ്ടാവും കേട്ടമ്മീ. കഞ്ഞി തരട്ടോ, കഞ്ഞി ഉണ്ട് കേട്ടമ്മ. കഞ്ഞിക്ക് എന്താ അച്ചാറാ? അച്ചാറാ വേണ്ടേ? ഓക്കെ. ഓന് പനിയായിട്ടാണ് കേട്ടോ, ഓന് കഞ്ഞി കുടിക്കുന്നേ അല്ലേ. നല്ല പനിയുണ്ട് അല്ലേ, ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല പനിച്ചിട്ട്. ഓന് കഞ്ഞി കൊടുക്കാൻ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്.
രസമില്ലാത്തൊരാഗ്രഹം. അപ്പോൾ പിസ്സയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അസുഖം. അപ്പൊ ഇപ്പൊ എന്നോട് പറയാ അവനെല്ലാം തിരുന്നി തിന്നോളി. അപ്പൊ ഒച്ചൊന്നുമില്ല, മാണെങ്കിൽ തിന്നാ മാണ്ടാതെ തിന്നാൻ പാടില്ല. വേണ്ടട്ടോ അത് തണുപ്പിച്ചു. എത്ര ഇതിനോ ഞാൻ വെച്ചാളിട്ടോ ഒരു കഷ്ണന് പൂതില്ല വെറുതെ എത്തിയെന്ന് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു പൂതി. അപ്പൊ അസുവിന് പിസ്സ വേണമെന്ന് പറഞ്ഞിട്ട് അവന് അതിപ്പോ കൊണ്ടുവന്നപ്പോ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആ ആപ്പിള് ചെത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ. എന്നാ ആപ്പിൾ എന്നാ കിടന്ന് കഴിക്കല്ലേ, കിടന്ന് കഴിക്കരുത്. അല്ല അത് ആപ്പിൾ കിടന്ന് വെച്ചോട്ടെ.